എഫ് സി ഗോവ എത്ര വലിയ ശക്തരാണെങ്കിലും ഇന്ന് അവർ തോൽക്കും. ഹടോ യാസുറായിക്കറൊക്കെ അറിഞ്ഞിട്ടാ എന്തിനവരെ മാത്രം, ആ ടീമിലെ മുഴുവൻ ആളുകളെയും അറക്കി വിടാൻ നമ്പർ മാറ്റി പിടിച്ച അവരിത്രയും നേരമായിട്ട് ഒരു ഗോളി അടിച്ചിട്ടുള്ളൂ. ഇനി എടുക്കാൻ ഗോൾ. എടാ അവരാ ഗോൾ അടിച്ച് ആരടിച്ചാലും എന്താ, ഗോൾ സൂപ്പറാണ്. സംഗതി നമ്മൾ നന്നായി തന്നെ കളിച്ചു. പക്ഷേ ഗോവ ടഫ് ടീമാണ്. വീണ്ടും ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹെവേ മത്സരത്തിന് പരാജയപ്പെട്ടു. ഈ ഒരു പരാജയത്തോടു കൂടി നമ്മൾ എല്ലാ പ്രതീക്ഷയും പോയി കിട്ടി. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഇരു ടീമിന്റെ ആദ്യ പകുതി ഒരു ഡിഫൻസീവ് ഫുട്ബോൾ തന്നെയാണ് ഇരു ടീമും കാഴ്ചവെച്ച്. കിട്ടിയ അവസരങ്ങൾ കൂടുതൽ സമയം ബോൾ കയ്യിൽ ഒതുക്കുക എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു ഇരു ടീമും നിലനിർത്തിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടത് മറ്റൊരു എഫ് സി ഗോവയെ തന്നെയായിരുന്നു. അവർക്ക് കിട്ടിയ ചാൻസ് അവർ കൃത്യമായിട്ട് വലയിലെത്തിച്ചു. അത് തന്നെയാണ് അവരെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ബ്ലാസ്റ്റേഴ്സ് നിരന്തരമായിട്ടുള്ള അറ്റാക്കും കാര്യമൊക്കെ നടത്തി, പക്ഷെ ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ഗോളിന്റെ പ്രഷറിൽ നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലോട്ടാണ് യാസറിന്റെ അടുത്ത ഗോൾ വന്നത്. ആ 2 ഗോൾ അടിച്ചതിന് ശേഷം എഫ് സി ഗോവ നിരന്തരമായിട്ട് ഒരു ഡിഫൻസീവ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ച്. അവരുടെ എല്ലാ താരങ്ങളും ഡിഫൻസീവ് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ ആ ഒരു മത്സരത്തിൽ കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ഒരു വാസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന് അധികം ചാൻസും കാര്യമൊന്നും കിട്ടിയില്ല. ആ ഒരു ചാൻസ് കിട്ടിയത് ഹിസൂസ് ജിമിനസിന്റെ ഒരു ഷോട്ട് തന്നെയായിരുന്നു. ഒഡയോണിന്റെയും സന്തോഷ് സിംഗിനും അടങ്ങുന്ന ആ ഒരു ഡിഫൻസിനെ ഭേദിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കുറച്ച് കഷ്ടപ്പാട് തന്നെയായിരുന്നു. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിൽ വിങ്ങിലെ ആ ഒരു നോഹ സദോവിന്റെ അഭാവം നല്ല രീതിക്ക് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു കളി നമ്മൾ കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഒരു ഷോട്ടും കാര്യങ്ങളും ഒതുക്കാൻ ഈ ഒരു മത്സരത്തിന് സാധിച്ചില്ല. ആകെ കണ്ട് ഹിസൂസ് ജിമിനസിന് ഒരു ചെറിയ ഷോട്ട് തന്നെയാണ്. അത് അവരുടെ കീപ്പറെ കൃത്യമായിട്ട് കയ്യിൽ ഒതുക്കുകയും ചെയ്തു. എന്തായാലും എഫ് സി ഗോവയെ പോലുള്ള ഒരു ടീമിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വാസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ച്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കില്ലെങ്കിൽ ഒരു മിനിമം പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുപോലെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. ഈ ഒരു മത്സരത്തോടു കൂടി ആരാധകരേറെ നിരാശയിലേക്ക് വീണു. ഇനി പ്രത്യേകിച്ച് പ്രതീക്ഷയും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സീസണിൽ നോക്കാം. പിന്നെ ബികാഷ് പിന്നെ സെക്കൻഡ് ഹാഫിൽ കളത്തിലേക്ക് എത്തിയ ആ സമയം തന്നെ പുള്ളിക്കാരൻ ഒരു യെല്ലോ കാർഡും കണ്ടു. അത് വേറെ വിഷയം. പിന്നെ സെക്കൻഡ് ഹാഫിൽ നിരന്തരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് നടത്തി നോക്കി. ഐമനൊക്കെ കളിക്കളത്തിലേക്ക് വന്നു. പക്ഷെ ഐമൻ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഐമന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. എന്നാൽ ഐമനെ കുറച്ച് മുമ്പ് തന്നെ ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായത്. കാരണം ഐമൻ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഐമന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് ഇത്രത്തിനോട് പറയാം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.